അച്ഛാ ചായ. ആ. വല്യേട്ടാ ഇതെന്ത് കോല? അമ്മേ, അശേച്ചി ഒന്നിങ്ങ വന്നേ. അയ്യേ എടാ, ഈ കോലത്തിന് നീ എവിടെ പോവാ? നമ്മുടെ പാടത്ത് പോയി നിൽക്കാൻ പറ, കണ്ണേറ് കിട്ടില്ലേ. ദേ മാഷെ, രാവിലെ തന്നെ എന്നെ കൂടെ പറയിപ്പിക്കരുത്. അമ്മ, ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ഏ? ആണോടാ? ജോലിക്കോ? നന്നായിടാ മക്കളെ, നന്നായി. ജോലിക്കോ? ഇവനോ? അതോ ഈ പ്രായത്തില്? എന്താ ഈ പ്രായത്തിൽ ജോലിക്ക് പോയാല്? നിങ്ങളെപ്പോലെ മൂത്ത് നിറച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ. മൂത്ത് നിറച്ച് ഞാനിവിടെ ഇരിപ്പുണ്ടെങ്കില് ആയ കാലത്ത് പാടത്തും പറമ്പത്തും പണിയെടുത്തും കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുത്തും 4 പിള്ളേരെ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും കൊടുത്തു. നിന്റെ കാര്യത്തിന് വിദ്യാഭ്യാസം തരാതിരുന്നല്ലോ. പഠിക്കാൻ വിട്ടപ്പോ ക്ലാസ് പോവാതെ ചൂണ്ടയിട്ടും കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടക്കാനും പോയതുകൊണ്ടല്ലേ. അല്ലായിരുന്നെങ്കിൽ നിനക്കും കിട്ടിയനെ ആകാശിനെ പോലെ ഒരു ഗവൺമെന്റ് ജോലി. ഒരു ഗവൺമെന്റ് ജോലി എല്ലാവർക്കും പഠിച്ചു വളർന്ന് ഉയരത്തിലെത്താൻ കഴിവുണ്ടാവണമെന്നൊന്നും ഇല്ല. എന്റെ മോന് ബിസിനസ്സിലായിരുന്നു താല്പര്യം. അതിനെ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. ഏമേ, ബിസിനസ് ചെയ്യണമെങ്കിലും വേണം അത്യാവശ്യം അറിവും വിദ്യാഭ്യാസവും ഒക്കെ. കുറെ ബിസിനസ് ചെയ്യാൻ പോയതല്ലേ അവൻ. എന്നിട്ട് കൊട്ടക്കണക്കിനാണല്ലോ ഇവിടുത്തെ അലമാരെ കൊണ്ടേ പൂട്ടി വെച്ചിരിക്കുന്നത്. എല്ലാത്തിനും കാരണം നിങ്ങളാ. ഞാൻ പറഞ്ഞ ഒന്നും ചെയ്തു തന്നില്ല. പിന്നെ ചില കച്ചവടങ്ങൾ അങ്ങനെയാ, നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതെന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് ഈ ലോകത്തെ നമ്പർ 1 ബിസിനസ്സുകാരെല്ലാം അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ളത്. അത് ശരിയാ. പക്ഷെ അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാ നിനക്കോ? നഷ്ടം വന്ന് പോട്ടെ, അതിൽ നിന്ന് കരകയറണം തോന്നിയിട്ടുണ്ടോ നിനക്ക്? ആ വക ചിന്തയില്ലാത്തവനാ ബിസിനസ് ചെയ്യാൻ പോകുന്നു. മോനെ, നീ ഇയാള് പറയുന്നൊന്നും കേക്കണ്ട. വാ തുറന്നാലേ നെഗറ്റീവേ പറയൂ, അത് നിന്നെ കുറിച്ച്. മോനെ, നീ എവിടേക്കാ ജോലിക്ക് പോകുന്നേ? അല്ല, ജോലി ആയിട്ടില്ല, അന്വേഷിക്കാൻ വേണ്ടി പോവാ. ഇന്ന് വലിയൊരു കമ്പനിയുടെ ഇന്റർവ്യൂ ഉണ്ട്. ഈ ജോലി എനിക്ക് കിട്ടിയാ ഞാനൊരു വരവിങ്ങി വരും. എന്നിട്ട് ചുമ്മർത്ത് ചാരിയിരിക്കുന്നവരോടെ എനിക്ക് ചിലത് ചോദിക്കാനൊക്കെ ഉണ്ട്. വല്ല സെക്യൂരിറ്റി ഏജൻസിയിലായിരിക്കും ഇന്റർവ്യൂ. എന്റെ മോനെ അങ്ങനെ തരം താഴ്ത്തണ്ട. അയ്യോ, തരം താഴ്ത്തിയതല്ല, ഇവന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് പറഞ്ഞതാണേ. അമ്മ, ഞാൻ പോവാണേ. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. നന്നായി വരും. പോയിട്ട് കേട്ടോ. എടാ, നീയേ ജോലിക്ക് പോകുന്ന കാര്യം പൊന്നിനോട് പറഞ്ഞോ? പറഞ്ഞമ്മേ, എന്നോടേ ഓൾ ദി ബെസ്റ്റും പറഞ്ഞു. ശരി ശരി, പോയിട്ടോ. ഓക്കെ അമ്മേ.
എന്റെ ഭഗവതി. എന്റെ കൂടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞതാ ഞാൻ. വല്യളിയെ കേട്ടില്ല. നിന്റെ രാഷ്ട്രീയ അടുക്കളയിലാണല്ലോ. പച്ചക്കറി അരിയലും ഭാര്യയുടെ തുണി കഴുകലും. ആദ്യം കിട്ടിയ സീറ്റിൽ ഇരിക്കാൻ നോക്കണം, അല്ലാതെ നാട്ടുകാരെ പറ്റിച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. നിമിഷേട്ടൻ വന്നേ, ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ നാണയില്ലേ? നാട് നീളെ തെണ്ടി തുണി വിൽക്കാൻ നടന്ന ഇയാൾക്ക് ഇഷ്ടപ്പെടും. നീ വാടാ. നിനക്കിന്ന് ക്ലാസ് ഇല്ലേ മോളെ? ഉണ്ടച്ചാ, ഞാൻ റെഡിയാവാൻ പോവാ. വേഗം ചെല്ല്. അക്കുച്ചേട്ടാ കഴിച്ചിട്ടല്ലേ പോവുള്ളൂ? ആ കഴിക്കാം, അല്ലാതെ നീ വിടാറില്ലല്ലോ. ചെറിയേട്ടാ, ചേച്ചി, എനിക്ക് കോളേജിലെ കൾച്ചറൽ പ്രോഗ്രാമിന് ഒരു സ്പീച്ച് ഉണ്ട്. പുരുഷനെ കൂടാതെ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുമോന്ന്. അതാണ് ടോപ്പിക്. എനിക്ക് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരുമോ? അനുമോളെ, പുരുഷനെ കൂടാതെ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതെ, ആ നിൽക്കുന്ന സ്ത്രീയോട് തന്നെ ചോദിക്കണം. അവരല്ലേ പറയേണ്ടത്. ചേച്ചിയുടെ അഭിപ്രായം എന്താ? എനിക്ക് 2-3 പോയിന്റ്സ് പറഞ്ഞു തരാവോ? അയ്യോ, ഞാനെങ്ങനെ പറയാനാ, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറയല്ലേ ചേച്ചി. മോൾക്ക് ഈ വിഷയത്തിൽ പോയിന്റ്സ് വേണം, അത്രല്ലേ ഉള്ളൂ. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള മറ്റൊരാളുണ്ട് ഇവിടെ. നിന്റെ വല്യേട്ടന്റെ ഭാര്യ ചീഫ് എഞ്ചിനീയർ ശ്രേയ. അവളോട് ചോദിച്ചാ കൃത്യമായിട്ട് പറഞ്ഞുതരും. ആ ബെസ്റ്റ്. എനിക്കൊന്നും പറ്റില്ല അവരോട് ചോദിക്കാൻ. ചാരു ചേച്ചി പറഞ്ഞു തന്നാ മതി. അനു, ശ്രേയ നിന്റെ ഏട്ടത്തി അമ്മയാ, ഒരു വേർതിരിവും കാണിക്കരുത്. നീ ശ്രേയോട് മിണ്ടാത്തോണ്ടല്ലേ ഈ അകൽച്ച. ഇതുപോലുള്ള സംശയങ്ങൾ അവളോട് ചോദിച്ചാ പറഞ്ഞുതരും.